Yes, students. So we'll continue with the classes on letter to Adolf Hitler. And in the last class, we were discussing about Gandhi, and Gandhi was introducing his method, that is the resistance that is used by Indians to get rid of British rule. And he says that the method they were using was that of non-violence, and he was introducing all those things to Hitler so that he can also use the method of non-violence against his enemies. അപ്പം ഹിറ്റ്ലറിനോട് ഈ ബ്രൂട്ടൽ മെത്തേഡ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് നോൺ വയലൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഗാന്ധി ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഗാന്ധി അഷ്യൂർസ് ഹിറ്റ്ലർ ദാറ്റ് ദേ അറ്റെയിൻഡ് സക്സസ് ത്രൂ നോൺ വയലൻറ്റ് എഫേർട്ട്. അതായത് ഈ ബ്രിട്ടീഷേഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് അവർ സക്സസ് നേടുന്നത് ഈ നോൺ വയലൻറ്റ് മെത്തേഡ്സിലൂടെയാണ്. It was the right tool to combat the most organized violence in the world, which is the British power of present. Okay, so Gandhi, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഗാന്ധി കോൾസ് ബ്രിട്ടീഷ് പവർ ദി മോസ്റ്റ് ഓർഗനൈസ്ഡ് പവർ. ഓക്കെ, അപ്പം ബ്രിട്ടീഷേഴ്സ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു പവറാണ്. ആൻഡ് അത്രയും ഓർഗനൈസ്ഡും അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വൻ ശക്തിയോട് ഞങ്ങൾ ഈ നോൺ വയലൻസ് എന്നുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഞങ്ങൾ സക്സസ് അറ്റെയിൻ ചെയ്തു. ഓക്കെ, അപ്പം ഈ നോൺ വയലൻസ് എന്ന് പറഞ്ഞ മെത്തേഡും വളരെ ഇഫക്റ്റീവ് ആണെന്നാണ് ഗാന്ധി ഇതിലൂടെ പ്രൂവ് ചെയ്യുന്നത്. Gandhi expresses his dilemma in seeing which is the better organized, the German or the Gandhi or the British. I'm sorry. So Gandhi was expressing his dilemma. So Gandhi is confused. കാരണം ബ്രിട്ടീഷ് ആണോ അതോ ജർമ്മൻസ് ആണോ, വിച്ച് ഇസ് ദി മോസ്റ്റ് ഓർഗനൈസ്ഡ്. അപ്പം ഇതിൽ ജർമ്മനി ആണോ അതോ ബ്രിട്ടീഷേഴ്സ് ആണോ കൂടുതൽ ഓർഗനൈസ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൺഫ്യൂസ്ഡ് ആകും. കാരണം അത്രയും രണ്ട് പേരും അത്രയും വളരെ വലിയ ശക്തികളാണ്. ഓക്കെ, and we Indians clearly know the heel of British rule like any other non-European race. അപ്പം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ തന്നെ ബ്രിട്ടീഷേഴ്സിൻ്റെ ഈ ബ്രൂട്ടാലിറ്റി ഏറ്റവും കൂടുതൽ അനുഭവിച്ച ആൾക്കാരാണ് ഞങ്ങൾ ഇന്ത്യൻസ്. So we clearly know the brutality or the power of this British rule. And Gandhi informs Hitler that they never wish to end the British rule with the German aid as they are violent. So ഗാന്ധി പറയുന്നുണ്ട്, ഞങ്ങൾ ഒരിക്കലും ജർമ്മൻസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഹിറ്റ്ലറിൻ്റെ അടുത്ത് എന്ത് ചോദിച്ചു വരില്ല, ഒരു ഹെൽപ്പ് ചോദിച്ചു വരില്ല. കാരണം എന്താണ്? ഹിറ്റ്ലർ യൂസസ് മോൺസ്ട്രസ് ആക്ടിവിറ്റീസ്, വയലൻ്റ് ആക്ടിവിറ്റീസ് ടു അറ്റെയിൻ ഹിസ് ഗോൾസ്. ഓക്കെ, അപ്പം ഇത്രയും വയലൻ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സസിൻ്റെ അടുത്ത് ഒരിക്കലും ഞങ്ങൾ സഹായം ചോദിച്ചു വരില്ല. ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല. കാരണം വി ആർ ഇഫക്റ്റീവ് ഇൻ അവർ ഓൺ വേ. ഓക്കെ, നോൺ വയലൻസ് ഉള്ളൊരു മെത്തേഡിലൂടെ തന്നെ വി ആർ quite effective. He believes that they can put an end to this brutal rule through the non-violent methods. Non-violent technique is a do-or-die step without killing or hurting, and hence there is no such thing called defeat. It can be used without money and without the aid of signs of destruction. അപ്പം നോൺ വയലൻസിനെ വീണ്ടും ഗാന്ധി അതിൻ്റെ എന്താണ് യൂസസിനെ കുറിച്ചിട്ട് പറയുകയാണ്. നോൺ വയലൻറ്റ് ടെക്നീക്ക് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഡു ഓർ ഡൈ ആണ്. ഡു ഓർ ഡൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താണ് പോളിസിയാണ് അതിനുള്ളത്. അതായത് യു ഡോണ്ട് നീഡ് ടു കിൽ എനി വൺ, യു ഡോണ്ട് നീഡ് ടു ഹേർട്ട് എനി വൺ, നോ വൺ ഇസ് ഹേർട്ട്, നോ വൺ ഇസ് കിൽഡ് ആൻഡ് നോ മണി ഈസ് ബീങ് സ്പെൻഡ്, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു ആവശ്യവുമില്ല, അങ്ങനത്തെ ഒരു കാര്യവും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ വളരെ എന്താണ് ഇൻഎക്സ്പെൻസീവും ആരെയും ഹേർട്ട് ചെയ്യാത്ത ഒരു സോർട്ട് ഓഫ് ടെക്നിക്കാണ് നോൺ വയലൻസ് എന്ന് പറയുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഓൾസോ വെരി ഇഫക്റ്റീവ്. And Gandhi warns Hitler that Hitler's methods and weapons would be used against him by the British or some other powers for his acts, and he is not leaving any legacy for his people to be proud of. പിന്നെ ഗാന്ധി ഹിറ്റ്ലറെ വാൺ ചെയ്യാണ്, നിങ്ങളിപ്പോൾ ഈ യൂസ് ചെയ്യുന്ന മെത്തേഡ്സും ഈ വെപ്പൺസൊക്കെ നാളെ നിങ്ങൾക്കെതിരെ മറ്റേതെങ്കിലും ആൾക്കാർ, മറ്റേതെങ്കിലും ശക്തികൾ തിരിച്ച് യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ബിവെയർ ഓഫ് ദാറ്റ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരു ബൂമറാങ് ഇഫക്റ്റ് പോലെ വീണ്ടും നിങ്ങളുടെ അടുത്തോട്ടേക്ക് തന്നെ വരും. സോ ഓരോ വയലൻറ്റ് ടെക്നിക്സ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും കീപ് ദാറ്റ് തിങ് ഇൻ മൈൻഡ്. ഓക്കെ, ആൻഡ്
And he says that his ads is not leaving any legacy for his people to be proud of. നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ആൾക്കാർക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങളുടെ ആൾക്കാർക്ക് ഇതൊക്കെ ചിന്തിച്ച് എന്താണ് ഒരു പ്രൗഡ് ആവാൻ, അഭിമാനിക്കാനുള്ള ഒരു വക നിങ്ങൾ കൊടുക്കുന്നില്ല. കാരണം നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്നത് ഹ്യൂമാനിറ്റിക്ക് തന്നെയുള്ള ഒരു ക്രൂരമായിട്ടുള്ള, ഹോളോകോസ്റ്റ് എന്നൊക്കെ പറയുമ്പം നരഹത്യയാണ്. ഓക്കെ, അപ്പം അത്രയും ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ കൊടുക്കുന്ന, നിങ്ങളുടെ ജർമ്മനിക്ക് കൊടുക്കുന്ന ഈ ഒരു ലെഗസി എന്ന് പറയുന്നത് ഒരു ജനതയ്ക്കും പിന്നീട് ആലോചിച്ച് എന്താണ് നിങ്ങളെ റിമെമ്പർ ചെയ്യുമ്പോൾ ഒരാളും എന്താവില്ല, നല്ല രീതിയിൽ നിങ്ങളെ റിമെമ്പർ ചെയ്യില്ല. ഓക്കെ, ആ ഒരു കാര്യം കൂടി ഗാന്ധി ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഹിറ്റ്ലേഴ്സ് പീപ്പിൾ കനോട്ട് ടേക്ക് പ്രൈഡ് ഇൻ ദി ഗ്രാൻഡർ ഓഫ് ഹിസ് ക്രൂവൽ ഡീഡ്. ഹെൻസ് ഗാന്ധി റിക്വസ്റ്റ് him to stop war in the name of humanity. So in the name of humanity, please stop this war. അപ്പോൾ ഗാന്ധി is pleading Hitler to stop the war. Instead of war, he suggests to bring the matters under an impartial international tribunal. സോ ഇതെന്താണ്, ഈ വാർ അവസാനിപ്പിച്ചിട്ട് എന്താണ് ഒരു ഇൻ്റർനാഷണൽ ഇമ്പാർഷ്യൽ ഇൻ്റർനാഷണൽ ട്രിബ്യൂണൽ, അതായത് എന്താണ് ഈ പറഞ്ഞൊത്തു തീർപ്പാക്കുക, അതായത് ഇമ്പാർഷ്യലായിട്ട്, അതായത് ബയാസ്ഡ് അല്ലാത്ത ഒരു ട്രിബ്യൂണലിൻ്റെ മുമ്പിൽ രണ്ട് ശക്തികളും, അതായത് നിങ്ങളിപ്പം ആക്സിസ് പവറും എലൈഡ് പവേഴ്സും, ഇവർ രണ്ടുപേരും ഇരുത്തിയിട്ട് അവിടെ വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞു തീർക്കൂ, ഈ വാറിൽ നിന്നും നിങ്ങൾ എന്താണ് ഒഴിഞ്ഞു മാറിയിട്ട് ഇങ്ങനൊരു ഇൻ്റർനാഷണൽ ട്രിബ്യൂണൽ ഉണ്ടാക്കിയതിന് ശേഷം ഒരു പീസ് ട്രീറ്റി നിങ്ങൾ ഉണ്ടാക്കൂ, റാദർ ദാൻ ഫൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഈ വാർ അവസാനിപ്പിച്ചിട്ടൊരു ട്രിബ്യൂണൽ, ഒരു പീസ്ഫുൾ ട്രിബ്യൂണൽ ഉണ്ടാക്കുമെന്നാണ് ഗാന്ധി പറയുന്നത്. He claims that he had already requested the Britain to follow it. ബ്രിട്ടീഷേഴ്സിനോട് ഞങ്ങൾ ഓൾറെഡി ഈ ഒരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. And he says that Britain is a friend for Gandhi, though he seems to be a rebel for them at the point of time. അപ്പോൾ എന്താണ് ബ്രിട്ടൻ, ഈവൻ ബ്രിട്ടീഷേഴ്സ്, ഈവൻ ബ്രിട്ടൻ ഇസ് മൈ ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ ഗാന്ധി തുടക്കത്തിലേ പറയുന്നുണ്ട് എന്താണ്, ഐ ഓവ് നോ എനിമീസ്, എനിക്കൊരു എനിമീസും ഇല്ല. ഈവൻ ബ്രിട്ടൻ, ഞങ്ങളെ ഇപ്പോൾ ഇങ്ങനെ എന്താണ് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ബ്രിട്ടൻ വരെ ഞങ്ങളുടെ ഫ്രണ്ടാണ്. ബട്ട് അറ്റ് ദിസ് പോയിൻ്റ് ഓഫ് ടൈം, ഈ ഒരു സമയത്ത് ഞങ്ങൾ അവരുടെ എല്ലാ കാര്യങ്ങളോടും ഞങ്ങൾ എന്താണ് എതിർക്കുന്നുണ്ട്, ഞങ്ങൾ റബൽ ചെയ്യുന്നുണ്ട്. വി ആർ പ്രൊട്ടസ്റ്റിംഗ് അഗെയിൻസ്റ്റ് ദം, ബട്ട് still we will maintain that friendship with Britain. Okay, since I am a stranger to you and Germany, I am not courageous enough to make an appeal to you. Okay, അപ്പം see, I am a very unknown അല്ലെങ്കിൽ unfamiliar person to you, so I can't appeal to you more. And at this time of World War, Indians have delayed their own peaceful struggle for the people of Europe who yearn for peace. അപ്പം ഈവൻ we Indians have stopped our ഫ്രീഡം സ്ട്രഗിൾ. ഓക്കെ, അതായത് സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഈ ഒരു വേൾഡ് വാറിൽ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഞങ്ങൾ വരെ ഞങ്ങളുടെ ഫ്രീഡം സ്ട്രഗിൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഓക്കെ, അതായത് ലോക ജനതയ്ക്ക് ഒരല്പം ആശ്വാസം പകരുക എന്നുള്ളൊരു രീതിയിൽ വി ഹാവ് ഈവൻ ഡിലേഡ് അവർ ഓൺ പീസ്ഫുൾ സ്ട്രഗിൾ, ഈവൻ ദോ വി ആർ നോട്ട് യൂസിങ് എനി വയലൻസ്, ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങളുടെ പീസ്ഫുൾ സ്ട്രഗിൾ വരെ ഞങ്ങൾ എന്താണ് തൽക്കാലത്തേക്ക് ഡിലേ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫോർ ദി സേക്ക് ഓഫ് ഹ്യൂമാനിറ്റി. ഓക്കെ, അപ്പം അത്ര ഞങ്ങൾ വരെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹിറ്റ്ലറിനോട് പറയാണ്, സോ ഫോർ ദി സേക്ക് ഓഫ് ഹ്യൂമാനിറ്റി പ്ലീസ് സ്റ്റോപ്പ് ദി വാർ. വാർ ബ്രിങ്സ് ഓൺലി ഡിസ്ട്രക്ഷൻ ആൻഡ് ബ്ലഡ് ഷെഡ്. ദീസ് വാർ മേ നോട്ട് മേക്ക് എനി ഡിഫറൻസ് ഫോർ ഹിറ്റ്ലർ. അപ്പം എന്താണ് വാറിനെ കൊണ്ട് ആകെ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല. വാറിൻ്റെ ആകെയുള്ളൊരു ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്, ഡിസ്ട്രക്ഷൻ ആൻഡ് ബ്ലഡ് ഷെഡ്, അത് മാത്രമാണ്. വാർ മേ നോട്ട് മേക്ക് എനി ഡിഫറൻസ് ഫോർ ഹിറ്റ്ലർ. അപ്പോൾ ഈ ഹിറ്റ്ലർക്ക് ഈ വാറിനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റവും വന്നിട്ടുണ്ടാവണമെന്നില്ല. ഓക്കെ, അയാൾക്ക് വലിയ മാറ്റങ്ങളൊന്നും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവില്ല. ബട്ട് ലുക്ക് അറ്റ് ദി ഹ്യൂമാനിറ്റി, എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, എത്ര പേർക്ക് അവരുടെ നിയർ ആൻഡ് ഡിയർ വൺസ്, പിന്നെ അതേപോലെ ഈ നേഷൻ, അവരുടെ ഇക്കോണമി, ആ ഒരു കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഫുൾ തകർച്ച നേരിടുന്നൊരു സമയമാണ് ഈ വാർ പീരീഡ് എന്ന് പറയുന്നത്.
സോ ഇതൊക്കെ ഒന്നുകൂടി റീവിസിറ്റ് ചെയ്ത് റീതിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിറ്റ്ലറിനോട് ആവശ്യപ്പെടുകയാണ് ഗാന്ധി. ആൻഡ് ഗാന്ധി says he represent those million European yearning for peace. So I'm talking to you not for India, not for the sake of Indians. I am talking as a representative of ദി ഹോൾ യൂറോപ്യൻസ് ഹൂ ഈസ് yearning ഫോർ പീസ്. അപ്പം ഞാൻ എന്താണ്, ഹോൾ യൂറോപ്യൻസിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന രീതിയിലാണ് ഞാൻ ഈ ലെറ്റർ നിങ്ങൾക്ക് എഴുതുന്നത്. ദസ് ഹി പ്ലീഡ്സ് ഫോർ പീസ്. Okay, so thus he is pleading Hitler to stop war and bring in peace. Gandhi has intended to address a joint appeal to Hitler ആൻഡ് സിംഗ്വ മുസോളിനി. അപ്പം ഗാന്ധി പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് മാത്രമല്ല മുസോളിനിക്കും ഞാൻ ഇതേപോലെ ലെറ്റർ അയക്കുന്നുണ്ട്. ആൻഡ് ഗാന്ധി മെറ്റ് മുസോളിനി ഡ്യൂറിങ് ഹിസ് വിസിറ്റ് ടു ഇംഗ്ലണ്ട് ആസ് എ ഡെലിഗേറ്റ് ടു റൗണ്ട് ടേബിൾ കോൺഫറൻസ്. ഹി ഹോപ്സ് മുസോളിനി ഓൾസോ ടേക്സ് ഹിസ് അപ്പീൽ. അപ്പോൾ ഗാന്ധി മുസോളിനിനെ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ വെച്ചിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇതിൽ ലെറ്ററിൽ പറയുന്നുണ്ട്. ആൻഡ് ഹി ഹാസ് ഓൾസോ റിട്ടൺ എ ലെറ്റർ ടു മുസോളിനി ആൻഡ് ഹി ബിലീവ്സ് ദാറ്റ് മുസോളിനി വിൽ ടേക്സ് ഹിസ് അപ്പീൽ. അപ്പോൾ ഇതേപോലെ ഒരു ലെറ്റർ ഞാൻ മുസോളിനിക്ക് അയച്ചിട്ടുണ്ട്. ആൻഡ് ഹി ഹോപ്സ് ദാറ്റ് മുസോളിനി വിൽ അക്സെപ്റ്റ് ഹിസ് things or his demands. And Gandhi ends the letter on a positive, hopeful note by stating himself as ഹിറ്റ്ലേഴ്സ് സിൻസിയർ ഫ്രണ്ട്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹിറ്റ്ലർ എന്താണ് കേൾക്കും, അല്ലെങ്കിൽ അതിനോട് ഒരു അറ്റൻഷൻ പേ ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഗാന്ധി അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്, മൈ സിൻസിയർ ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് ഗാന്ധി അവസാനിക്കുന്നത്. ഐ ആം യുവർ സിൻസിയർ ഫ്രണ്ട് MK ഗാന്ധി. ആ രീതിയിലാണ് ആ ലെറ്റർ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ തുടങ്ങുന്നത് ഡിയർ ഫ്രണ്ട് എന്നും അവസാനിക്കുന്നത് യോസ് സിൻസിയർ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അത്രയും മോൺസ്ട്രസ് ആയിട്ടുള്ള ഒരാളെ ഫ്രണ്ട് എന്ന് വിളിക്കാൻ ആ ഗാന്ധിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഓക്കെ, അതുകൂടി ഇതിൽ പ്രസക്തമാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലെറ്റർ ടു ഗാന്ധി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ലെറ്റർ urging Adolf Hitler to stop war and bring in peace. ഓക്കെ, ഇത്രയാണ് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ that's all about this chapter. Thank you.